പ്രോബ്ലം സെക്ഷനാണ്. അതിലൊന്ന് ഫൈൻഡ് ദി മീൻ ആൻഡ് വാരിയൻസ് ഫോർ ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് മാർച്ച് 2019, മാർച്ച് 2013, സെപ്റ്റംബർ 2013 ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിൽ നമുക്ക് നമ്മൾ ടേബിളായിട്ട് തന്നിട്ടുണ്ട്, ക്ലാസ് തന്നിട്ടുണ്ട്, അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയപ്പോൾ വെറും എക്സൈസ് ആയിരുന്നു, സിംഗിൾ വാല്യൂസ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ക്ലാസ് ആണ് അല്ലേ, ഇൻ്റർവൽസ് ആണ്. 0 to 10 frequency 5, 10 to 28, 20 to 30 15, 30 to 40 16, 40 to 50 6. ഇതാണ് തന്നിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇൻ്റർവൽസ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ഇതിൽ നമ്മുടെ മീനും വേരിയൻസും കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് ഉണ്ടല്ലോ 0 to 10, അതിൻ്റെ മിഡ് വാല്യൂസ് എടുക്കുകയാണ് ഇൻ്റർവൽസിൻ്റെ. അതുപോലെ 10 to 20ൻ്റെ മിഡ് വാല്യൂ, അതുപോലെ തന്നെ 20 to 30ൻ്റെ മിഡ് വാല്യൂസ് ആണ് നമ്മുടെ ഇവിടെ XI ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് XIയും FIയും ഒന്ന് എഴുതാം. എക്സൈസ് എന്ന് പറയുന്നത് ഇൻ്റർവൽസ് തന്നെ എഴുതരുത്. 0 to 10ൻ്റെ മിഡ് വാല്യൂ ഏതാണ്, 5 ആണ്. എങ്ങനെയാണ്, 0 + 10 / 2 5, 10 + 20 / 2 15. മനസ്സിലായല്ലോ, അതിൻ്റെ മിഡ് വാല്യൂ കാണുക. അപ്പം അത് ആണ് എക്സൈസ്. അത് ഞാനിവിടെ എഴുതാം. ഞാൻ വീണ്ടും ഇൻ്റർവൽ എഴുതുന്നില്ല, നേരിട്ട് മിഡ് വാല്യൂസ് എഴുതുകയാണ്. 5, 15, 25, 35, 45. ഇങ്ങനെയാണ് കറക്കുന്നത് അല്ലേ. ഇതാണ് ഇപ്പം നമ്മുടെ മിഡ് ഒബ്സർവേഷൻസ്. എത്ര എണ്ണം ഉണ്ട്, 3, 4, 5 എണ്ണം ഉണ്ട് അല്ലേ. ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് കൂടെ എഴുതുക. FI എന്ന് പറയുമ്പോൾ 5, 8, 15, 16, 6. 5, 8, 15, 16, 6. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, മീനാണ് ആദ്യം കാണേണ്ടത് അല്ലേ. മീനിൻ്റെ ഇക്വേഷൻ, അതിലൊന്നാമത്തെ മീൻ കാണാം. മീനിൻ്റെ ഇക്വേഷൻ എന്താണ്, മീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് X-bar. ഇക്വേഷൻ നമ്മുടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ ചെയ്താൽ തന്നെ സിഗ്മ ഓഫ് FI XI / N. ഇതാണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ എല്ലാം നമുക്ക് അറിയോ, ഇല്ല. പക്ഷേ N നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. N എന്താണ്, സിഗ്മ ഓഫ് ഫ്രീക്വൻസീസ്, ഫ്രീക്വൻസിയുടെ സം അല്ലേ. എത്രയാണ്, 28, 34, 44, then 50. ഫ്രീക്വൻസിയുടെ സമ്മ് കിട്ടിയിട്ടുണ്ട്, 15 കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ എഴുതാം. നെക്സ്റ്റ് വൺ, നമുക്ക് FI XI കാണണം, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണണം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതാം, FI XI, FIയും XIയും കൂടെ ഗുണിക്കുക. ഓക്കെ, നമുക്ക് കാണാം. ഇത്രയാണ് 5 × 5 25, ഇത് 120. ശരിയല്ലേ. അടുത്തത് 25 × 15 എത്രയാണ്, 375 അല്ലേ. അടുത്തത് 35 × 16 560 അല്ലേ, 560. അടുത്തത് 45 × 6 270. ഓക്കെ, എല്ലാം കിട്ടി അല്ലേ. ഇനി എന്താ കാണേണ്ടത്, നമുക്ക് മീൻ കാണാൻ സിഗ്മ FI XI കാണണം അല്ലേ. അതായത് ഇതിൻ്റെ സമ്മ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സിഗ്മ FI XI = 1350 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് കാണണം, മീന് കാണാം. Therefore X-bar is equal to 1350 divided by 50. Okay, 0 0 cancel, then 5 കൊണ്ട് divide ചെയ്താൽ 27. That is 27, which is the arithmetic mean. Okay,
ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വാരിയൻസ് കാണണം. ഓക്കെ, വാരിയൻസ് 2 ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ഉപയോഗിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പോയിന്റ് വരുമ്പോൾ അങ്ങനെ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് നമ്മൾ പോയിന്റ് വരാതെ മറ്റേ ഇക്വേഷനിലേക്ക് ചാടുകയായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഈ വാരിയൻസ് കാണാം. എന്താണ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ? ഇപ്പം മീന് കിട്ടി 27 എന്ന് അല്ലേ. എന്താണ് വാരിയൻസ് കാണാതെ ഇക്വേഷൻ? വാരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ഇക്വേഷൻ 1 സിഗ്മ ഓഫ് fi ഇൻറ്റു xi മൈനസ് x ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N അല്ലേ. ക്യാപിറ്റൽ N നമുക്കറിയാം 50 ആണ്. ഇനി എന്തൊക്കെ കാണണം? xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണണം. അപ്പോൾ അടുത്ത കോളത്തിൽ നമുക്ക് എന്ത് കൊടുക്കണം? xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഒറ്റതിൽ ചെയ്യാം. എക്സൈസ് നമുക്കറിയാം, എക്സ് ബാർ നമുക്കറിയാം 27 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താ വരിക? ആദ്യത്തേത് 5 മൈനസ് 27 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 മൈനസ് 27 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 22 മൈനസ് 22 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഓരോന്നും കാണുക, അതിൻ്റെ വാല്യൂ കാണുക, അതിൽ ഫില്ല് ചെയ്യുക, കോളം ഫില്ല് ചെയ്യുക. മൈനസ് 22 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 484 അല്ലേ. അതുപോലെ അടുത്തതും കാണാം. അടുത്ത എന്താ വരിക? xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ. അടുത്തത് 15 മൈനസ് 27 ഹോൾ സ്ക്വയർ ആണ്. 15 മൈനസ് 27 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 12 അല്ലേ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 144. അടുത്തത് 25 മൈനസ് 27 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അടുത്തത് 35 മൈനസ് 27 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ. അപ്പോൾ എത്ര വരിക? 64 വരും അല്ലേ. അടുത്തത് 45 മൈനസ് 27 ഹോൾ സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 324. ഇതാണ് നമുക്ക് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടിയത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതല്ല, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സമ്മൊന്നും കാണണ്ട. ഇനി അടുത്ത കോളം നമുക്ക് ഏതാണ് ആവശ്യം? സിഗ്മ ഓഫ് fi മൈനസ് fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ ഏതുകൊണ്ട് ഗുണിക്കുക? fi കൊണ്ട് ഗുണിക്കുക. അപ്പം എന്താ വരിക? fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കുക. അതായത് 5 ഇൻറ്റു 484, അതുപോലെ 8 ഇൻറ്റു 144, 15 ഇൻറ്റു 4, 16 ഇൻറ്റു 64, 6 ഇൻറ്റു 324. ഇതൊക്കെ കാണുക. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? 5 ഇൻറ്റു 484 2420 എന്ന് വരും. അതുപോലെ 8 ഇൻറ്റു 144 എന്താ വരിക? 1152. അടുത്തത് 15 ഇൻറ്റു 4 എന്താ വരിക? 15 ഇൻറ്റു 4 60 എന്ന് വരും അല്ലേ, 60. അടുത്തത് 16 ഇൻറ്റു 64 എന്താ വരിക? 16 ഇൻറ്റു 64 1024. അടുത്തത് 6 ഇൻറ്റു 324 എന്താ വരിക? 6 ഇൻറ്റു 324 1944 എന്ന് വരും. ഓക്കെ, ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടി അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ എന്ത് കാണണം? സമ്മ് കാണണം അല്ലേ. മുഴുവനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഇക്വേഷൻ വെച്ചല്ലാതെ മറ്റേ ഇക്വേഷൻ വെച്ചും കാണാം കേട്ടോ. പക്ഷെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പോയിൻ്റൊക്കെ വരുമല്ലോ, നമ്മൾ മീനിൽ പോയിൻ്റ് വരുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ പൂർണ്ണസംഖ്യകളാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മീൻ നോക്കിയിട്ട് ചെയ്താൽ മതി.
മീന് ദശാംശം കാര്യങ്ങളും പിന്നെ ഭയങ്കര ഡിഫറൻസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ 27 അത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ മറ്റേ ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ സിമ്പിളാവുമെന്ന് തോന്നലുണ്ടാവും. അങ്ങനെയൊന്നുമല്ല, അതും വലിയ സംഖ്യകൾ തന്നെ വരിക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഇത് സം ചെയ്യാം. ഇത് സം ചെയ്ത് നോക്കാം. 6600 എന്ന് വരും. 6600 എന്ന് കിട്ടും ടോട്ടൽ. നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം നേരിട്ട്. സിഗ്മ ഓഫ് FI ഇൻറ്റു XI മൈനസ് X ബാർ ഹോൾ സ്ക്വയർ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഇവിടെ സ്റ്റെപ്പ് എഴുതാം. സിഗ്മ ഓഫ് FI ഇൻറ്റു XI മൈനസ് X ബാർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6600 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ സമ്മ് ഇവിടെ എഴുതാം. 6600 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മ് എത്രയാണ്? 50. ഇനി അത് 0 കട്ട് ചെയ്ത് 5 കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ 132. ആൻസർ 132. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ചോദിച്ചിട്ടില്ല, വാരിയൻസ് മാത്രമേ ഉള്ളൂ. therefore 132 is the answer. Second problem, the diameters of circles in mm drawn in a design are given below. എന്താണ്? സർക്കിൾസിൻ്റെ ഡയമീറ്റേഴ്സ് ആണ് അല്ലേ തന്നിട്ടുണ്ട്. ഇതാ ഡയമീറ്റേഴ്സ് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഇൻ്റർവൽസ് ആക്കിയിട്ടാണ്. 33 to 36. എത്ര സർക്കിൾസ് ഉണ്ട്? 15 സർക്കിൾസ്. നമ്പർ ഓഫ് സർക്കിൾസ്. 37 to 40 ഡയമീറ്റേഴ്സിൽ 17 സർക്കിൾസ്. ആൻഡ് 41 to 44 ഡയമീറ്റേഴ്സിൽ 21 സർക്കിൾസ്. 45 to 48 22 സർക്കിൾസ്. ദെൻ 49 to 52 25 സർക്കിൾസ്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം എഴുതും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന്. അതിന് മുമ്പ് ഇതുകൂടിയും പറയാം. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾസ്. എന്തൊക്കെ കാണാനാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും കാണാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഡയമീറ്ററും സർക്കിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻ്റർവൽസ് അല്ലേ. അത് പെട്ടെന്ന് ഇൻ്റർവൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ എഴുതും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ശരിക്കും ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ല. കാരണം എന്താണ് കാരണം? ഇതാ 33 to 36 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ? 37 to 40. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 36 to 37 ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഗ്യാപ്പില്ലേ, അത് കണ്ടിന്യൂസ് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇതുവരെ നേരത്തെ ചെയ്തിരുന്നൊക്കെ എങ്ങനെയാണ്? 0 to 10, പിന്നെ 10 to 20, 20 to 30. ഇതിനൊരു ഗ്യാപ്പില്ല. 0 to 10 കഴിഞ്ഞാൽ പിന്നെ 10 to 20 വേറെ ഉണ്ട്, പിന്നെ 20 to 30 ഉണ്ട്. അപ്പോൾ ഇത് ഇതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്തല്ല? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ല. പക്ഷേ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് എന്താക്കാം? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആക്കാം. ഇതിനെ എങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും? ഇതിലെ ഓരോ ഇൻ്റർവെൽസിലെയും ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക. അതുപോലെ അതിൻ്റെ അപ്പർ ലിമിറ്റിൽ കൂടെ 0.5 ആഡ് ചെയ്യുക. എന്നാൽ നമുക്കിത് എന്താക്കാം? കണ്ടിന്യൂസ് ആക്കാം. എങ്ങനെ നോക്കാം. ഇപ്പോൾ ഡയമീറ്റേഴ്സ് ഇതാ 33 to 36 ആണ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 33 ആണ്. ആ 33ൽ നിന്ന് 0.5 കുറയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിൽ കൂടെ 36ൽ കൂടെ 0.5 ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഇതാ അടുത്ത ഇത് ഫ്രീക്വൻസി അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇൻ്റർവെൽസ് ഒന്നും കൂടെ നമ്മൾ എഴുതണം കേട്ടോ. അപ്പം ഇതിന് ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആക്കണം. എന്താ ചെയ്യേണ്ടത്? 33ൽ നിന്ന് 0.5 കുറയ്ക്കുക. അപ്പം എന്താ വരിക? 33ൽ നിന്ന് 0.5 കുറച്ചാൽ 32.5 to 36.5 അല്ലേ. 32.5 to 36.5. അപ്പോൾ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൽ കൂടെ 0.5 കൂട്ടുക. അതുപോലെ ഇതോ
37 നിന്ന് 0.5 കുറയ്ക്കുക. അപ്പം എന്ത് വരും? 36.5 to 40.5 അല്ലേ? 40.5. അപ്പം അതുമായി. അടുത്തതോ 41 നിന്ന് 0.5 കുറയ്ക്കുക. അപ്പോൾ 40.5 to 44.5. അപ്പം അതുമായി. 45 നിന്ന് 0.5 കുറയ്ക്കുക. 45 നിന്ന് 0.5 കുറച്ചാൽ 44.5 to 48.5. ഓക്കെ, ദെൻ 48.5 to 52.5 ഓവർ. ഇതാ ഇങ്ങനെയാണ് ഇൻ്റർവെൽസ് വരിക. ഇപ്പം കണ്ടിന്യൂസ് ആയില്ലേ നോക്കിയേ. ഇതാ 32.5 to 36.5, പിന്നെ തുടങ്ങുന്ന 36.5 to 40.5, 40.5 to 44.5. ക്ലിയർലി ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായി. ഓക്കെ, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് കൂടെ എഴുതാം. 15, 17, 21 ആൻഡ് 22, 25. ഇനി നമുക്ക് എക്സസൈസ് കാണാം. എക്സസൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മിഡ് വാല്യൂസ് കണ്ടാൽ മതി. അതായത് അതെങ്ങനെയാണ് കാണുക? 32.5 പ്ലസ് 36.5 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ രണ്ട് കൂട്ടിക്കഴിഞ്ഞ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ 34.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും എഴുതാം. ഇത് 34.5, 34.5. പിന്നെയോ ഇതോ 36.5ഉം 40.5 ആണെങ്കിൽ 38.5. ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഓരോന്നും എഴുതുക. പിന്നെ ഇതുപോലെ 42.5 കിട്ടും. ഇതോ 46.5 കിട്ടും. പിന്നെ 50.5 കിട്ടും അല്ലേ? ഇതാണ് ഇതിൻ്റെ മിഡ് വാല്യൂസ്. ഓക്കെ, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ട്. ഇനി നമുക്ക് FI/XI കാണാം ഓരോന്നിൻ്റെയും. അതായത് 34.5 into 15 ഗുണിച്ചെഴുതുക, അതുപോലെ ഇത് രണ്ടും ഗുണിച്ചെഴുതുക, ഇതും ഗുണിച്ചെഴുതുക. എന്നിട്ട് വേണം നമുക്ക് മീൻ കാണാൻ. ഇനി എന്താ കാണേണ്ടത്? മീൻ കാണണം അല്ലേ? മീൻ കാണാൻ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, മീനും കാണണം അല്ലേ? അപ്പം മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മീൻ എന്താ റെപ്രസെൻറ്റേഷൻ? X ബാർ സിഗ്മ FI/XI ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. ശരിയല്ലേ? ഇതാണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? മീൻ കാണാനുള്ള ഇക്വേഷൻ. എന്നെ കാണാം. എന്നെ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസികളൊക്കെ ആഡ് ചെയ്താൽ മതി അല്ലേ? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ക്യാപിറ്റൽ N ഈക്വൽ ടു 100 എന്ന് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. എന്താ കിട്ടുക? 100 എന്ന് കിട്ടും. അത് നമ്മളിവിടെ എഴുതി. ഇതാ 100. ഇനി നമുക്ക് കാണേണ്ടത് സിഗ്മ FI/XI കാണണ്ടേ? അതിന് FI/XI കാണണം. കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്യുക കേട്ടോ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 34.5 into 15 എത്ര കിട്ടും? 517.5 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അതുപോലെ 38.5 into 17 എന്ത് കിട്ടും? 654.5 എന്ന് കിട്ടും. അതുപോലെ തന്നെ 42.5 into 21 എന്ത് കിട്ടും? 892.5 എന്ന് കിട്ടും. അതുപോലെ തന്നെ 46.5 into 22 എന്ത് കിട്ടും? 1023 എന്ന് കിട്ടും. അടുത്തത് 50.5 into 25 എന്ത് കിട്ടും? 1262.5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് മീൻ കാണാമല്ലോ. അതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്, സിഗ്മ ഓഫ് FI/XI കാണണ്ടേ? എന്നാലല്ലേ നമുക്ക് മീൻ കാണാൻ പറ്റുള്ളൂ. സിഗ്മ ഓഫ് FI/XI എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4350 എന്ന് കിട്ടും.
4350 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് ബാർ കാണാം. therefore എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4350 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 0 വെട്ടി, അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 43.5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എക്സ് ബാർ. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് തോന്നും ടീച്ചറെ മറ്റേ ഇക്വേഷൻ അല്ലേ നല്ലത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക, അതാണോ ഇതാണോ നല്ലത് എന്ന് എങ്ങനെയാണ് നോക്കുക. അതായത് നല്ലത് മീൻസ് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ കടന്നു പോകാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക? നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് നമ്പർ 34.5 ആണ് മൈനസ്. ഇപ്പം നമുക്ക് എക്സ് ബാർ കിട്ടിയത് എത്രയായിരുന്നു? 43.5 ആണ് അല്ലേ? 43.5. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ദശാംശ സംഖ്യ അല്ലല്ലോ, പോയിന്റ് വരുന്ന സംഖ്യ അല്ല, ഇതൊരു പൂർണ്ണസംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ദശാംശ സംഖ്യ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് നോക്കുകൊണ്ടു. ഡിഫറൻസും ഒരു ദശാംശ സംഖ്യ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ ആയിരിക്കും നല്ലത്. ഇനി അല്ല അതൊന്നുമില്ല ഇതന്നെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നോ പ്രോബ്ലം, ആൻസർ കിട്ടും, ഒരു വിഷയമില്ല. കാരണം നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ പണ്ടത്തെ പോലെ അല്ലല്ലോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും നോ പ്രോബ്ലം. കോംപ്ലിക്കേഷനായിട്ട് പോവരുത് എന്ന് മാത്രം, അത് തെറ്റിക്കരുത് എന്ന് മാത്രം. 34.5 മൈനസ് 43.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5 എന്നാണ് വരിക. അപ്പോൾ അത് -5 ഹോൾ സ്ക്വയർ എന്നാണ് വരിക അല്ലേ? ഇതെന്താ വരിക? -5 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? 25 അല്ലേ? അപ്പോൾ പ്രശ്നമില്ലല്ലോ. സോറി, -5 അല്ല വരിക, എന്താ വരിക? നമുക്ക് നോക്കാം. 34.5 മൈനസ് 43.5 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അതെന്താ വരിക? -9 എന്നാണ് വരിക. അതൊരു പൂർണ്ണസംഖ്യ അല്ലേ? -9 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 എന്നാണ് വരിക. അപ്പം എല്ലാം അങ്ങനെ വരിക, എല്ലാ ഡിഫറൻസും പൂർണ്ണസംഖ്യ വരിക, ഒന്നും 0.5 വെച്ചിട്ട് വരുന്നില്ല. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഓരോന്ന് എഴുതാം. ഇത് -9 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 വരും. അടുത്തതോ 38.5 മൈനസ് 43.5, അത് -5 എന്നാ വരിക, -5 ഹോൾ സ്ക്വയർ എന്നാ വരിക. ദാറ്റ് ഈസ് 25 എന്ന് വരും. അടുത്തത് 42.5 മൈനസ് 43.5, ദാറ്റ് ഈസ് -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1. പിന്നെ 46.5 മൈനസ് 43.5, ആ ഡിഫറൻസ് എന്താ വരിക? 3 ആണ്. 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? പിന്നെയോ അടുത്തത് എന്താ വരിക? 50.5 മൈനസ് 43.5 എന്നാ വരിക, ഹോൾ സ്ക്വയർ എന്നാ വരിക. അപ്പോൾ 7 സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഇക്വൽ ടു 49. ഇങ്ങനെയാണ് വരിക എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇനി എന്ത് കാണണം അടുത്ത കോളത്തിൽ? എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. കാരണം നമുക്ക് എന്താണ് ഇനി കാണേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ അതായത് വാരിയൻസ് കാണാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണൂലല്ലോ. അപ്പോൾ വാരിയൻസ് ആദ്യം കാണാം. എന്താ ഇക്വേഷൻ? സിഗ്മ ഓഫ് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ ഇനി എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണണം. അതായത് 15ഉം 81ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 15ഉം 81ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1215 വരും. അതുപോലെ 17 ഇൻറ്റു 25 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 425. നെക്സ്റ്റ് വൺ 21 ഇൻറ്റു 1 21. അടുത്തത് 22 ഇൻറ്റു 9 എന്താ വരിക? 198. അടുത്തത് 25 ഇൻറ്റു 49 എന്താ വരിക? 1225. ഇങ്ങനെയാണ് വരിക അല്ല. ഇനി അതിൻ്റെ സമ്മ് കാണണമല്ലോ, അത് നമുക്ക് അത്യാവശ്യമാണ്. സിഗ്മ ഓഫ് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് മൊത്തം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 3084. ഇതാണ് 3084 എന്ന് കിട്ടും. ഇനി നമുക്ക് വാരിയൻസ് കാണാമല്ലോ. അപ്പോൾ 3064 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 30.64 എന്ന് കിട്ടും അല്ലേ? 30.64. സോറി, 84 അല്ലേ നമ്മൾ എഴുതിയത്, ഇവിടെ വന്നപ്പോൾ 64 ആയി. വേണ്ട, 64 അല്ല, എന്താണ് 84 ആണ് കേട്ടോ. 30.84 എന്നായി ആൻസർ. ഇതാണ് വാരിയൻസ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ ആവശ്യം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Therefore സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വാരിയൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 30.84 ഈക്വൽ ടു എന്താണ് ആൻസർ? ഈക്വൽ ടു 5.55 എന്ന് കിട്ടും. 5.55 which is the answer. 5.55. Okay. Third problem, the mean and standard deviation of 6 observations are 8 and 4 respectively. If each observation is multiplied by 3, find the new mean and new standard deviation of the resulting observations. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഒരു 6 ഒബ്സർവേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ 6 ഒബ്സർവേഷൻസിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 3, അതായത് ഓരോ ഒബ്സർവേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ അതിൻ്റെ പുതിയ മീനും പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം എഴുതുക. നമുക്ക് ഗിവൺ എന്തൊക്കെയാണ്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എത്ര ഒബ്സർവേഷൻസിൻ്റെ? 6 ഒബ്സർവേഷൻസ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെ മീൻ കാണാം. അതിന് നമ്മൾ 6 ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? x1, x2, x3, x4, x5, x6. ഇതാണ് 6 ഒബ്സർവേഷൻസ് എന്ന് വിചാരിക്കുക. എങ്കിൽ അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീന് എക്സ് ബാർ എന്ന് എടുക്കുക. എക്സ് ബാർ ആണ് സിഗ്മ ഓഫ് എന്താണ്? എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ഓഫ് xi ബൈ 6 ആണ്. ആണ്, n ഇവിടെ 6 ആണ് അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ i എത്ര വരെയാണ്? ഫുള്ളില്ല. 1 to 6 ഒബ്സർവേഷൻസ്. സിഗ്മ xi by 6 is equal to x bar. ഇത് already given. That means sigma xi by 6 i equal to 1 to 6 എത്രയാണ് തന്നിട്ടുള്ളത്? 8 ആണ്. ഓക്കെ, ഇത് അവിടെ സേവ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്, പല ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള എന്ത്? മീൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ തന്നിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? സിഗ്മയ്ക്ക് ഇത് കാണാൻ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാണ് ഏറ്റവും കംഫർട്ടബിൾ. കാരണം പറഞ്ഞുതരാം. സിഗ്മ ഓഫ് xi സ്ക്വയർ ബൈ 6, എന്നിന് പകരം 6 മൈനസ് സിഗ്മ xi ബൈ 6 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള യഥാർത്ഥ ഇക്വേഷൻ ഇതാണ്. ദിസ് ഈക്വൽ ടു, ഇത് ഓൾറെഡി ഗിവൺ. സിഗ്മ എന്താണ് തന്നിട്ടുള്ളത്? സിഗ്മ നമുക്ക് 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 4 ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ xi സ്ക്വയർ ബൈ 6 അതുപോലെ എഴുതി മൈനസ് സിഗ്മ xi ബൈ 6 നമുക്കറിയാം എന്താണ്? 8 ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതാം? 8 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ടേം കണ്ടുപിടിക്കണം. ഏത്? ഈ ഒരു ടേം കണ്ടുപിടിക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, എന്നാലല്ലേ ആ റൂട്ട് പോകുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സ്ക്വയറിങ്. സ്ക്വയറിങ് ചെയ്താൽ 4 സ്ക്വയർ വരും ഇവിടെ. അത് 16 ആയി മാറും. ഈക്വൽ ടു ഇത് റൂട്ടാണ് പോകും അല്ലേ? റൂട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? സിഗ്മ xi സ്ക്വയർ ബൈ 6 മൈനസ് 64 എന്ന് വരും. ശരിയല്ലേ? 64 എന്ന് വരും. ഇനി മൈനസ് 64നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം എന്താവും? 80 ആവും രണ്ടും കൂടെ കൂട്ടിയാൽ അല്ലേ? മൈനസ് 64 ഇങ്ങോട്ട് വരുന്ന പ്ലസ് ആയി മാറൂലേ? അപ്പം സിഗ്മ xi സ്ക്വയർ ബൈ 6 എന്ന് പറയുന്നത് 80 ആയി. ഇതും നമുക്ക് ആവശ്യമുണ്ട്.
നമുക്കിനി കാണാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഗിവൺ കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുമാനങ്ങളാണ് ഇതൊക്കെ. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ മീൻ ആൻഡ് ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. എങ്ങനെയാകുമ്പോഴുള്ളതാണ് വേണ്ടത്? നമുക്ക് ഇനിയുള്ള ഒബ്സർവേഷൻസ് മാറാൻ പോവുക. ഓരോ ഒബ്സർവേഷനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലേ. അപ്പം എങ്ങനെയല്ലേ വരിക? 3x1, 3x3, 3x4, 3x5, 3x6 ആയി മാറി. ഒബ്സർവേഷൻസ് മാറി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനും മാറും. എങ്ങനെയാണ് മീൻ കിട്ടുക? സിഗ്മ ഓഫ് xi എന്ന് പറയുന്നതിന് പകരം 3xi ഡിവൈഡഡ് ബൈ n 6n. ബട്ട് ഹിയർ i ഈക്വൽ ടു 1 to 6 തന്നെയാണ് കേട്ടോ. ഇങ്ങനെയായി മാറും. നമുക്കറിയാം x ഇംപ്ലൈസ് നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ 3 കോൺസ്റ്റന്റ് സിഗ്മയ്ക്ക് പുറത്തെടുക്കാം. അപ്പം അതെന്തായി മാറും? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സിഗ്മ ഓഫ് xi i ഈക്വൽ ടു 1 to 6 ഡിവൈഡഡ് ബൈ 6 എന്നായി മാറി. ശരിയല്ലേ? ഇത് ആൾറെഡി നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ലേ? പഴയ മീനല്ലേ ഇത്. അപ്പോൾ അതെന്ത് കിട്ടി? 3 ഇൻറ്റു എത്രയായിരുന്നു? 8 അല്ലേ. 3 ഇൻറ്റു 8 മീൻസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 8 ഈക്വൽ ടു 24 എന്ന് കിട്ടി. 24. എന്താ അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം? നോക്കിയേ, 3 ടൈംസ് ദി ഗിവൺ മീൻ അല്ലേ. 3 ടൈംസ് ദി പഴയ മീനും പിന്നെ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്തായി? ന്യൂ മീനായി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരു കോൺസ്റ്റന്റ് ടേമും കൊണ്ട് ഓരോ ഒബ്സർവേഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 3 ടൈംസ് ദി ഗിവൺ മീൻ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 3 ടൈംസ് ദി ഗിവൺ മീൻ അല്ലേ, തന്നിട്ടുള്ള മീനാണ്. ദാറ്റ് ഈസ് 24. അപ്പം മീൻ ഓക്കെ ആയി. ഇനി എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എങ്ങനെ കാണാം? എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സിഗ്മ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട്. ഇനി നമുക്ക് ന്യൂ ഒബ്സർവേഷൻസിൻ്റെ എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വാരിയൻസ് ആണ്. റൂട്ട് ഓഫ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ്, സാധാരണ നമുക്കുള്ള ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു അല്ലേ, 6 മൈനസ് സിഗ്മ ഓഫ് xi ബൈ 6a ഹോൾ സ്ക്വയർ എന്നായിരുന്നു. പക്ഷേ ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് ഒബ്സർവ് ചെയ്ത് xi വെറും xi അല്ല, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 3xi ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. xi സ്ക്വയർ അല്ല, 3xi ഹോൾ സ്ക്വയർ ബൈ 6 ആണ്. ഇവിടെ എന്ത് വേണം? 3 വേണം. Fourth problem, the variance of 20 observations is 5. If each observation is multiplied by 2, find the new variance of the resulting observations. എന്താ പറഞ്ഞിട്ടുള്ളത്? 20 ഒബ്സർവേഷൻസിൻ്റെ വാരിയൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിഗ്മ സ്ക്വയർ എത്ര ഒബ്സർവേഷൻസാ? 20 ഒബ്സർവേഷൻസ് ആണ് അല്ലേ. 20 ഒബ്സർവേഷൻസ് ആണ്. അതിൻ്റെ വാരിയൻസ് സിഗ്മ സ്ക്വയർ തന്നിട്ടുണ്ട് 5 ആണ്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2, ഓരോ ഒബ്സർവേഷനോ എന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ x1 x2 ഇങ്ങനെ എത്ര ഒബ്സർവേഷൻസാ? 20 ഒബ്സർവേഷൻസാ. ഇങ്ങനെ ഇല്ല 20 ഒബ്സർവേഷൻസിൻ്റെ വാരിയൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഇക്വൽ ടു 5. ഇനി ശ്രദ്ധിക്കേണ്ടത് ഓരോ ഒബ്സർവേഷനെയും 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 2x1 2x2 എക്സെട്ര 2x20 ഇങ്ങനെയാണ്. എങ്കിൽ ന്യൂ വാരിയൻസ് ഓഫ് ദി റിസൾട്ടിംഗ് ഒബ്സർവേഷൻസ്, ന്യൂ വാരിയൻസ് എന്തായിരിക്കും? ന്യൂ വാരിയൻസ് സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിതിൻ്റെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക.
തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? അവിടെ 6 ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. വാരിയൻസ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ, മീൻ എടുക്കില്ല. വാരിയൻസിൻ്റെ കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വാരിയൻസ് മാത്രം. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 6 ഒബ്സർവേഷൻസ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരുന്നു? 4 ആയിരുന്നു അല്ലേ? അപ്പോൾ ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടിയിരുന്നു. എത്രയായിരുന്നു ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? ഇത് തന്നിട്ടുള്ള ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 12 കിട്ടിയിരുന്നു അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോയിട്ട് ഇതിൻ്റെ വാരിയൻസ് ആണെങ്കിൽ ഇതെന്താവും? സിഗ്മ സ്ക്വയർ 4 സ്ക്വയർ അല്ലേ? 16 ആവും. ശരിയല്ലേ? സിഗ്മ സ്ക്വയർ ആണല്ലോ വാരിയൻസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് മാറ്റി ഇതിന് വാരിയൻസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിവിടെ 16 വരും. അപ്പോൾ ഇത് ന്യൂ വാരിയൻസ് ആയി മാറും അല്ലേ? ന്യൂ വാരിയൻസ് എന്താവും? ഇതിൻ്റെ സ്ക്വയർ ആവും. ശരിയല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ വാരിയൻസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പറയുമ്പോൾ 144 ആയി മാറും. ശരിയല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ നോക്കിയാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ന്യൂ വാരിയൻസ്? 144 ഈക്വൽ ടു എന്താണ്? 16ന്റെ മൾട്ടിപ്പിൾ ആണ് 144. എങ്ങനെ എഴുതാം? 9 × 16 ആണ് എന്ത്? 144. മനസ്സിലായല്ലോ? ഇത് പഴയ വാരിയൻസ് അല്ലേ? ഇതല്ലേ പഴയ വാരിയൻസ്, അതായത് 9 സിഗ്മ സ്ക്വയർ. ന്യൂ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 144 ഈക്വൽ ടു 9 × 16 എഴുതാം, ഈക്വൽ ടു 9 സിഗ്മ സ്ക്വയർ. അതായത് 9 ടൈംസ് സിഗ്മ സ്ക്വയർ ആണ് ന്യൂ സിഗ്മ സ്ക്വയർ. അതായത് 9 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ 6 ഒബ്സർവേഷൻസിൻ്റെയും x1 x2 ഇങ്ങനെയായിരുന്നു, x6. പക്ഷേ ന്യൂ ഒബ്സർവേഷൻസ് എങ്ങനെയായിരുന്നു? 3 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് അല്ലേ? 3x2 എക്സെട്ര 3x6. അപ്പോൾ ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലേ? ഇതിന് ഉണ്ട്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലേ? അപ്പോൾ 3 സ്ക്വയർ × സിഗ്മ സ്ക്വയർ. മനസ്സിലായോ? അതായത് ഏത് കോൺസ്റ്റന്റ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു തന്നിട്ടുള്ള ആ പഴയ വാരിയൻസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതാം. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? പഴയ അതായത് നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് x1 x2 എക്സെട്ര x6 ഇങ്ങനെ 6 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ x ബാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 8 ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ന്യൂ ഒബ്സർവേഷൻസ് ഇങ്ങനെയാണ് 3x6 ഇങ്ങനെയാകുമ്പോൾ ന്യൂ ഒബ്സർവേഷൻസിൻ്റെ മീൻ എന്തായിരുന്നു? 3 × 8 ആയി. 3 ടൈംസ്. ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ചെങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ആ മീനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂ എക്സ് ബാർ ആയി. അപ്പോൾ അത് അവിടെ തീർന്നു. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? സിഗ്മ ഈസ് ഈക്വൽ ടു അവിടെ തന്നിട്ടുണ്ടായിരുന്നു 4 ആയിരുന്നു അല്ലേ? അപ്പം ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ന്യൂ സിഗ്മ എന്തായിരുന്നു? 3 × 4 12. 3 ടൈംസ് പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. 3 ടൈംസ് അല്ലേ? അപ്പം അവിടെ എന്താ ചെയ്തത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 കൊണ്ട് തന്നെയാണ് ഗുണിച്ചത് അല്ലേ? മീനിൻ്റെ പോലെ തന്നെ 3 കൊണ്ട്. അത് ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് വെച്ചെങ്കിൽ അതുകൊണ്ട് ആ പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെയായി മാറി. അപ്പോൾ അതും നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്, കാണാതെ അറിയേണ്ടതാണ്. പിന്നെ വാരിയൻസ് അതിലുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലല്ലോ, ഇല്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ. അവിടെ നമ്മൾ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയിരുന്നു അല്ലേ? അപ്പോൾ ന്യൂ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? എങ്ങനെയായിരുന്നു? ഇപ്പം 4 ആയിരുന്നു സിഗ്മ, അതിൻ്റെ സ്ക്വയർ അല്ലേ വരിക? സോറി, ന്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ന്യൂ സിഗ്മ 12 അല്ലേ?
12. അപ്പോൾ 12ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 144 ആണ് വരിക അല്ലേ. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ എഴുതിയാൽ 3 × 16 അല്ലല്ലോ, അല്ല, വെറും 3 × 16 അല്ല. പിന്നെ എങ്ങനെ വരിക? 3² × 16 ആണ് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പോൾ വാരിയൻസ് നമ്മൾ പഴയ വാരിയൻസും ന്യൂ വാരിയൻസും തമ്മിലുള്ള റിലേഷൻ ഏത് കോൺസ്റ്റൻ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു പഴയ വാരിയൻസ്. ഓക്കെ, ക്ലിയർ? ഇത് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് വേണം ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ. ഇനിയൊന്ന് പറഞ്ഞത് എങ്ങനെ ചെയ്യാം? 20 ഒബ്സർവേഷൻസ്, സിഗ്മ സ്ക്വയർ 5 ആണ് തന്നിട്ടുണ്ട്. ന്യൂ ഒബ്സർവേഷൻ ഇത് ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ന്യൂ വാരിയൻസ് എന്തായിരിക്കും? നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ എഴുതാം? ഏത് കോൺസ്റ്റൻ്റ് കൊണ്ടാണ്? അതിൻ്റെ സ്ക്വയർ 2² അല്ലേ, ഇൻറ്റു പഴയ വാരിയൻസ്, അത് അല്ലെങ്കിൽ ഇൻറ്റു ദി ഗിവൺ വാരിയൻസ്, ദി ഗിവൺ സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ദി ഗിവൺ വാരിയൻസ് മീൻസ് ദി ഗിവൺ സിഗ്മ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു തന്നിട്ടുള്ള വാരിയൻസ് എന്തായിരുന്നു? 5. 4 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. Therefore ന്യൂ വാരിയൻസ് ഈക്വൽ ടു 20. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഇഫ് എക്സ് ബാർ ആൻഡ് സിഗ്മ ആർ ദി മീൻ and standard deviation of an observations, then the mean, standard deviation and variance of the observations obtained by multiplying the given observation by a non-zero constant k are kx bar modulus k into sigma and k square sigma square respectively. ഒന്നുമില്ല, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെ. അതായത് കെ എക്സ് ബാർ ഇത് മോഡ് കെ ഇൻറ്റു സിഗ്മ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എടുക്കുക കേട്ടോ. കെ ഇൻറ്റു സിഗ്മ ആൻഡ് കെ സ്ക്വയർ സിഗ്മ സ്ക്വയർ റെസ്പെക്റ്റീവ്ലി. നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. സീറോ അല്ലാത്തൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഒബ്സർവേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ദെൻ ന്യൂ മീൻ, ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ന്യൂ വാരിയൻസ് ഇങ്ങനെയായിരിക്കും. കെ എക്സ് ബാർ മോഡ് കെ ഇൻറ്റു സിഗ്മ ആൻഡ് കെ സ്ക്വയർ സിഗ്മ സ്ക്വയർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ക്ലിയർ?